ടൂറിസ്റ്റ് വൈബ് തന്നെ കേട്ടോ. ക്യാമറയും കൂടി ഉണ്ടായപ്പോൾ ഒന്നും കൂടി പൊളിച്ചു. Impact. That was built from by 1976. വിയറ്റ്നാമിലെ മനോഹരമായ പുതിയ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഗൈഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സുന്ദരനും സുമുഖനും സുശീലനുമായിട്ടുള്ള ഗൈഡ് നമുക്ക് അടുത്ത ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരികയാണ്. ഇന്ന് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ യാത്രകൾ ഉള്ളത് എന്നുള്ളതാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പോകുന്നത് ഈ ഒരു മ്യൂസിയമാണ്. ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ ഓടി പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ അന്ന് യുദ്ധകാലത്ത് നടന്നതിൻ്റെ ഭീകരമായ രംഗങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന പല സംഭവങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരുപാട് വിമാനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ US-നെ നേരിട്ടതൊക്കെ രീതികളൊക്കെ നമ്മൾ പറഞ്ഞു. അത്രയും ആയുധമുള്ള ഈ ഒരു US സൈന്യത്തോട് വിയറ്റ്നാം ഏറ്റുമുട്ടിയതും അതിനുശേഷം 10-20ഓളം കൊല്ലം അവർ യുദ്ധം നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു സമയത്ത് പിടിച്ചെടുത്ത US-ൻ്റെ വിമാനങ്ങളാണ് ഇതൊക്കെ. ഇത്രയും യുദ്ധസന്നാഹങ്ങളുമായിട്ടാണ് അവർ വിയറ്റ്നാമിനെ ശരിക്ക് കീഴ്പ്പെടുത്താൻ വന്നത്. എന്നിട്ട് പോലും അവർക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഒരു കാലഘട്ടത്തിൽ പിടിച്ചെടുത്തതും അതിൻ്റെ ബാക്കി പത്രങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയമാണിത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ US-ൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ് എന്ന് ആണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതും പഴയ കാലത്ത്, വർഷങ്ങൾ പഴക്കമുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ശേഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർത്തുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് വിദേശികൾ ഇതൊക്കെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. കാരണം ശരിക്കും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു ഈ ഒരു യുദ്ധം. ഇതിൻ്റെയൊക്കെ ഓരോ മോഡൽ, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുണ്ടാക്കിയ വർഷങ്ങളും അനുബന്ധ കാര്യങ്ങളൊക്കെ ഗൈഡ് വിശദീകരിച്ച് തരികയാണ്. ശരിക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്ത് എന്താണെന്നുള്ളത് വെച്ചാൽ ഏജൻറ്റ് ഓറഞ്ച് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു മാരകമായ രാസവസ്തുവാണ്. ഇപ്പം നമ്മളെ എന്താ പറയുക, നമ്മളുടെ ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ അണുബോംബിട്ടു എന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ അമേരിക്ക ഇവർക്കെതിരെ പ്രയോഗിച്ചതാണ് ഏജൻറ്റ് ഓറഞ്ച്. അപ്പോൾ ഇന്നും നമ്മൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പം കുറേ ആളുകൾക്ക് കൈ ചെറുതായി കാല് ചെറുതായിട്ടൊക്കെ ഉള്ള ഒരുപാട് ജീവനുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെയുള്ള ഈ ഫോട്ടോയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മാരകമായ, ഇപ്പോൾ കാസർഗോഡിലൊക്കെ എൻഡോസൾഫാൻ ബാധിച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും ഈ ഏജൻറ്റ് ഓറഞ്ചിൻ്റെ കീഴിൽ കണ്ടോ, ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് അന്ന് അവർ അതുപോലത്തെ മാരകമായ ആ സംഭവം വർഷിച്ചപ്പോൾ ഇതുപോലെ മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് US-ൻ്റെ സൈന്യം നടന്നത്. മറ്റുള്ളവരൊക്കെ ആകെ കത്തിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായെന്നുള്ളതാണ്. ഇത്രയും മാരകമായിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ ഏജൻറ്റ് ഓറഞ്ച് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് അവസാനം ഇവർ ഒരുപാട് എന്താ പറയുക വേദനകളും യാതനകളും ഈ വിയറ്റ്നാമികളെ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വെടിയുണ്ടകൾ തന്നെയാണ്. ഇത് നമ്മൾ കണ്ടല്ലോ. അപ്പം ഏറ്റവും നല്ല ചിത്രങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മ്യൂസിയത്തിൻ്റെ പുറത്ത് പടിഞ്ഞാറൻ ടാങ്കുകളൊക്കെ നമ്മൾ കണ്ടു, ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഓരോ ഫോട്ടോയ്ക്കും അന്താരാഷ്ട്ര പ്രസിദ്ധമായ ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് അവിടെ അന്ന് ഉപയോഗിച്ചിട്ടുള്ള ഓരോ തരം ആയുധങ്ങളാണിത്. പിന്നെ ഏജൻറ്റ് ഓറഞ്ചിൻ്റെ ഉപയോഗം പിന്നീട് തലമുറകളോളം ഇവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഞങ്ങളൊരു മ്യൂസിയത്തിലൊക്കെ പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൈയും കാലൊക്കെ വളരെ ചെറുതായിട്ട്
അത്രയും ഇപ്പോഴും ആ തലമുറകൾ അത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു പ്രവർത്തനം സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6 മണിയാണ്. പിന്നെ സാധാരണ ഇവിടുത്തെ ഒരു ടിക്കറ്റ് ഡോളറിന് $2 ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ കണ്ടോ, പണ്ട് ഉണ്ടാക്കിയ ആ ഒരു പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഓരോ ആയുധങ്ങളാണ്. ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗമാണ്. ഇത് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചാണ് ഉള്ളത്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഹെലികോപ്റ്ററുകളൊക്കെ US സൈന്യത്തിൻ്റെ അടുത്തുനിന്ന് പിടിച്ചു വെച്ചതും അവർ ഉപേക്ഷിച്ചു പോയതുമായിട്ടുള്ളത് ഇന്നും ആ ഒരു യുദ്ധത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വിദേശികൾ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. US എയർഫോഴ്സിൻ്റെ ഒരു വിമാനമാണിത്. ഇത് മറ്റൊരു യുദ്ധ വിമാനമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് കാഴ്ചക്ക് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളതാണ്. ശരിക്കും US ഇതൊക്കെ ഒരു നാണക്കേട് തന്നെയാണെന്ന് പറയാം. കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ഇതിവിടെ പിടിച്ചു വെക്കുകയും പിന്നീട് അവരുടെ ഇടയിൽ തന്നെ അവരുടെ രാജ്യത്തിൽ തന്നെ ഇതൊരു ചർച്ചയായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്ന് ഇതാണ്. ഇവിടെ ഒരുപാട് വിദേശികൾ സഞ്ചാരികളൊക്കെ വന്നുകൊണ്ട് ഈ ചരിത്രം പൂർണ്ണമായിട്ടും ഇത് അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൗതുകകരമായ കാഴ്ചകൾ എന്നുള്ളത്. ഇന്ന് ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഈ ഓറഞ്ച് സംഭവം ഉണ്ടല്ലോ, ഓറഞ്ച് ഏജൻറ്റ് പറഞ്ഞിട്ടുള്ള സംഭവം. ഞാനിവിടെ വരുമ്പോഴാണ് അത് കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ മാരകമായ ഒരു ആയുധം ഇവർ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അവർ പ്രയോഗിക്കും, കാരണം അത്രയും കാലം ഇവർക്കിത് പിടിച്ച് നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം പിന്നെ ഇനി ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുന്നത് വിയറ്റ്നാമിൻ്റെ മറ്റൊരു ദിശയിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കേരളത്തിൻ്റെ അത്ര വീതിയും ഇന്ത്യൻ്റെ അത്ര നീളവും ഉള്ള ഒരു രാജ്യമാണ് ശരിക്ക് ഇത് വിയറ്റ്നാം. അങ്ങനെയാണ് നമ്മളതിനെ ഒരു സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. എന്ന് വെച്ചാൽ അധികം വീതി ഇല്ല, എന്നാലോ നീളം ഭയങ്കരമായിട്ടുള്ള നല്ല നീളമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ മറ്റൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതെന്തിനാ അറിയോ? During the Vietnam War, the US military used bombs and mines to destroy several locations and was them. ഒരുപാട് ചരിത്രങ്ങൾ ഓതുന്ന സാധനമാണിത്. പക്ഷേ ഗൈസ് സൈലന്റ് ഇതല്ല കേട്ടോ, ഈ ഒരു സാധനം US യുദ്ധകാലത്ത് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഏതായാലും കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ റെഡി. ഈ സൗണ്ട് കണ്ടില്ലേ, ഇത് പല സമയങ്ങളിലും യുദ്ധത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്തിനൊക്കെ ഉപയോഗിച്ചോ ആവോ. അപ്പോൾ വിയറ്റ്നാമിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ വിയറ്റ്നാമിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുള്ളതാണ്. അതിമനോഹരമായ കാഴ്ചകളായിരിക്കും. കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കുക. അതുവരേക്കും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ തീർക്കുന്നു. വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.